മിക്ക ലൈഫിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുടെ അരികിലേക്ക് വന്നിരിക്കുന്ന ഒരു പുതിയ വീഡിയോ ആയിട്ടാണ്. വേറൊന്നുമല്ല, നമ്മൾ കഴിഞ്ഞ വീഡിയോ വൈൻ തയ്യാറാക്കി അല്ലേ? അപ്പോൾ ആ വൈനിൻ്റെ കൂടെ ഒരു കേക്ക് ഇല്ലാതെ എങ്ങനെയാണ്? അപ്പോൾ എളുപ്പം തയ്യാറാക്കാൻ കഴിയുന്ന ഒരു കേക്കുമായിട്ടാണ് വന്നിരിക്കുന്നത്. അതിന് ഓവനൊന്നും വേണ്ട. ക്രിസ്മസിനായിട്ട് ഒരു അടിപൊളി പ്ലം കേക്ക് നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് തന്നെ നമുക്ക് തയ്യാറാക്കാം. ഇതുവരെ നിങ്ങൾ തന്ന എല്ലാ സപ്പോർട്ടിനും താങ്ക്സ്. ഇനിയും തുടർന്ന് എൻ്റെ വീഡിയോസ് ഒക്കെ കാണണം, സപ്പോർട്ടും പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമുക്ക് പ്ലം കേക്ക് തയ്യാറാക്കാം. അപ്പോൾ നമുക്ക് കേക്ക് ഉണ്ടാക്കാണ്ട് വേണ്ടത് നമുക്ക് ഓറഞ്ച് ജ്യൂസാണ് ഞാനിവിടെ എടുത്തേക്കണേ. അപ്പോൾ ഓറഞ്ച് ജ്യൂസ് 150 ml ഉണ്ട്. പിന്നെ അതിനകത്തേക്ക് വേണ്ട ഡ്രൈ ഫ്രൂട്ട്സ് ഞാൻ എടുത്തേക്കുന്നത് ഉണക്കമുന്തിരി എടുത്തിട്ടുണ്ട്, പിന്നെ ചെറി എടുത്തിട്ടുണ്ട്, ഈന്തപ്പഴം, പിന്നെ ഡ്രൈ ഫ്രൂട്ട്സ് ആയിട്ട് കിവി, ഓറഞ്ച് അങ്ങനെയുള്ളതെല്ലാം ഉണക്കി എടുത്തേക്കണതാണ് ആ ഡ്രൈ ഫ്രൂട്ട്സ് ആയിട്ട് ഇരിക്കുന്നത്. അങ്ങനെ പല ഫ്രൂട്ട്സ് എല്ലാം ഉണക്കി എടുത്തേക്കണമായിട്ട്. പിന്നെ വേണ്ടത് നട്ട്സായിട്ട് അണ്ടിപ്പരിപ്പ്. ഇത്ര സാധനം എടുത്തത്. നമുക്ക് എന്താണ് നമ്മുടെ കയ്യിലുള്ളത് അത് വെച്ച് നമുക്ക് ഇതുണ്ടാക്കാം. ഇതെല്ലാം വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. എന്താണ് നമ്മുടെ കയ്യിലുള്ളത് അതൊക്കെ വെച്ച് നമുക്ക് ഈ കേക്ക് ഉണ്ടാക്കാം. പിന്നെ വേണ്ടത് 3 മുട്ട വേണം, പിന്നെ ഗ്രാമ്പു വേണം, ഏലക്ക, കറുകപ്പട്ട, ജാതിക്കയുടെ ഉള്ളിട്ട കുരുവാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഇത്രയും സാധനം നമുക്ക് പൊടിച്ചെടുക്കാൻ ആവശ്യമായിട്ടുള്ളതാണ്. പിന്നെ വാനില എസൻസ് വേണം. പിന്നെ നമുക്ക് വേണ്ടത് പഞ്ചസാരയാണ്. ഞാനിവിടെ 1 കിലോ പഞ്ചസാര എടുത്തിട്ടുണ്ട്. അത്ര ആവശ്യമില്ല, 1 കിലോ പഞ്ചസാര എടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ മൈദ, ബേക്കിംഗ് സോഡ, പിന്നെ വേണ്ടത് ബേക്കിംഗ് പൗഡർ. അടുത്തത് നമ്മുടെ വെളിച്ചെണ്ണ എടുക്കരുത്. അതിന് പകരം റിഫൈൻഡ് ഓയിൽ, ഏതെങ്കിലും സൺഫ്ലവർ ഓയിൽ അങ്ങനെ എന്തെങ്കിലും എടുക്കാൻ, വെജിറ്റബിൾ ഓയിൽ മാത്രമേ എടുക്കാൻ പാടുള്ളൂ. പിന്നെ നമുക്ക് ആവശ്യത്തിന് വേണ്ട ഉപ്പ്. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് കേക്ക് ഉണ്ടാക്കാൻ വേണ്ടത്. അപ്പോൾ ഇതെല്ലാം നമ്മളെല്ലാം അടുപ്പിച്ച് വെച്ചതിന് ശേഷം മാത്രം ചെയ്യുന്നതായിരിക്കും എളുപ്പം. അല്ലെങ്കിൽ അതും എടുക്കാൻ നമ്മൾ ഓടിക്കൊണ്ടിരിക്കേണ്ടി വരും. അപ്പോൾ എല്ലാം അടുപ്പിച്ച് വയ്ക്കും. അപ്പോൾ ആദ്യമേ നമുക്ക് ചെയ്യേണ്ടത് ഓറഞ്ച് ജ്യൂസിനുള്ളിലേക്ക് ഈ എടുത്ത് വെച്ചിരിക്കുന്ന ഫ്രൂട്ട്സ് എല്ലാം ഒന്ന് മുക്കി വയ്ക്കണം. അപ്പോൾ ആദ്യമേ ഡ്രൈ ഫ്രൂട്ട്സ് ഇട്ടു, പിന്നെ ഈന്തപ്പഴം, ഉണക്കമുന്തിരി, ചെറി, ഇത്രയും സാധനങ്ങൾ മാത്രമേ നമ്മൾ ഇടുന്നുള്ളൂ. നട്ട്സ് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന നട്ട്സ് നമ്മൾ ഇടുന്നില്ല. അത് ഏറ്റവും അവസാനം മാത്രമേ നട്ട്സ് നമ്മൾ ഇടുന്നുള്ളൂ. ബാക്കി എടുത്ത് വെച്ച് കട്ട് ചെയ്ത് ചെറുതാക്കി എടുത്ത് വെച്ചിരിക്കുന്ന ഇതെല്ലാം ആ ഓറഞ്ച് ജ്യൂസിലേക്ക് ഇട്ട് അതൊരു അരമണിക്കൂർ, കൂടുതൽ ഒരു അരമണിക്കൂർ 1 മണിക്കൂർ നിങ്ങൾക്ക് ഏതാണ് സൗകര്യപ്പെടുന്നത് അതുപോലെ മുക്കി വയ്ക്കാം. ഞാനിവിടെ 1 മണിക്കൂറാണ് അത് ചെയ്ത് വെച്ചേക്കുന്നത്. 1 മണിക്കൂർ, അല്ലെങ്കിൽ തലേദിവസം ഉണ്ടെങ്കിൽ അത് ഏതാണോ ഇത് അതുപോലെ ചെയ്യാം. അപ്പോൾ ഞാനിവിടെ 1 മണിക്കൂർ അത് ഇങ്ങനെ മുക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തതായിട്ട് പഞ്ചസാര എടുക്കാം. അതായത് പഞ്ചസാര നമുക്ക് ഒന്ന് കരിച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടി 1/2 കപ്പ് പഞ്ചസാരയാണ് വേണ്ടത്. അതിന് വേണ്ടി 1/2 കപ്പ് പഞ്ചസാര. ഇപ്പോൾ ഞാൻ അളവ് എടുക്കുന്ന സ്പൂണിൽ 1/2 കപ്പ് പഞ്ചസാര എടുക്കുകയാണ്. ഈ 1/2 കപ്പ് പഞ്ചസാര ഒരു ചൂട് കട്ടിയുള്ള പാത്രത്തിനകത്ത് ആദ്യമേ നമുക്ക് ഇട്ട് ഒന്ന് കരിച്ചെടുക്കണം. കരിച്ചെടുക്കുകയെന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് കരിച്ച് കളയരുത്. അപ്പോൾ തീ കുറച്ചിട്ടിട്ട് ഒരു ചൂട് കട്ടിയുള്ള പാത്രം വെച്ച് അത് കരിച്ചെടുക്കണം. അപ്പോൾ ഞാൻ ഇവിടെ ഒരു പാത്രം വെച്ചു, അതിനകത്തേക്ക് 1/2 കപ്പ് പഞ്ചസാര ഇടുവാണ്. 1/2 കപ്പ് പഞ്ചസാര ഇതായിട്ടു. അതുകൊണ്ട് ഇതിനെ നമുക്ക് ചെറു തീയിൽ നമുക്ക് പതിയെ ഇളക്കിക്കൊണ്ടിരിക്കാം. തീ കൂട്ടിയിടരുത്. തീ കൂട്ടിയിട്ട് അത് കരിഞ്ഞു പോവും. അപ്പോൾ തീ കൂട്ടിയിടാതെ ചെറു തീയിൽ നമുക്കിതിനെ പതിയെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. അപ്പോൾ ഇടയ്ക്ക് വെച്ച് ഇളക്കാതിരിക്കരുത്, നമ്മൾ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. അപ്പോൾ ഈ സമയത്ത് മറ്റു പണിക്കൊന്നും പോവാതിരിക്കുന്നതായിരിക്കും നല്ലത്. കാരണം കരിഞ്ഞു പോകും അത്. അപ്പോൾ നമ്മുടെ ഏറ്റവും കൂടുതൽ ശ്രദ്ധ വേണ്ട ഒരു സ്ഥലം ഇത് തന്നെയാണെന്ന് പറയാം. അപ്പോൾ അതിൻ്റെ കൂടെ നമുക്ക് അതിനകത്തേക്ക് ഒഴിക്കാൻ തിളച്ച വെള്ളമാണ് വേണ്ടത്. അപ്പോൾ ഞാനിവിടെ 1 കപ്പ് വെള്ളം തിളപ്പിച്ച് അപ്പുറത്തെ അടുപ്പിൽ തിളപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇതിനകത്തേക്ക് ഒഴിക്കാൻ വേണ്ട 1 കപ്പ് വെള്ളം നമ്മൾ തിളപ്പിക്കണം. തിളച്ച ചൂടുവെള്ളമാണ് നമുക്ക് അതിനകത്തേക്ക് ഒഴിക്കാൻ ആവശ്യം. അതിൻ്റെ കൂടെ നമ്മൾ ഇത് ഇളക്കിക്കൊണ്ടിരിക്കണം. അപ്പോൾ അതാണ്ട് കളർ പതിയെ മാറി വരുന്നുണ്ട്. പതിയെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക.
ഇളക്കി ഏകദേശം ആ ഒരു കളറ് മാറി അത് മുഴുവൻ ഉരുകിയ കളറ് മാറി വന്നു കഴിയുമ്പോൾ നമ്മൾ ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ അതിന് മുമ്പോട്ടൊരു കാര്യം പറയാം, ചൂടുവെള്ളം ഒഴിക്കുമ്പോൾ മാറി നിന്ന് ഒഴിക്കണം. അത് ഭയങ്കരമായിട്ട് മേത്തേക്ക് വീഴും. അത് മേത്തേക്ക് വീഴാതെ മാറി നിന്ന് ശ്രദ്ധിച്ച് ഒഴിക്കണം. ഭയങ്കരമായിട്ട് തിളച്ച് പൊങ്ങി വരും അത്. അപ്പോൾ ശ്രദ്ധിച്ച് സൂക്ഷിച്ച് വേണം ആ 1 കപ്പ് വെള്ളം ഒഴിക്കാനായിട്ട്. പിന്നെ ആ 1 കപ്പ് വെള്ളം അവിടെ കിടന്ന് നന്നായിട്ട് തിളയ്ക്കണം. 1 കപ്പ് വെള്ളം നമ്മൾ ഒഴിച്ചല്ലോ, അത് കിടന്ന് തിളച്ച് ഒരു 1/2 കപ്പ് എന്ന പാകം ആകുമ്പോൾ വേണം നമുക്കത് ഓഫ് ചെയ്യാം. അപ്പോൾ 1/2 കപ്പ് പാകത്തിൽ വിധം വരെ അവിടെ കിടന്ന് തിളക്കട്ടെ കേട്ടോ. അപ്പോൾ അങ്ങനെ പതിയെ ഇളക്കി കൊടുക്കുക. പിന്നെ അത് അവിടെ കിടന്ന് പിന്നെ നമ്മൾ നോക്കേണ്ട, ഇടയ്ക്ക് നോക്കിയാൽ മതി. ഇളക്കിക്കൊണ്ടിരിക്കണം നിർബന്ധമില്ല, ഇടയ്ക്ക് നോക്കിയാൽ മതി. അപ്പോൾ അവിടെ കിടന്ന് തിളച്ച് 1/2 കപ്പ് പാകമാകുമ്പോൾ നമുക്ക് വാങ്ങി മാറ്റി വയ്ക്കാം. ഏകദേശം തിളച്ച് 1/2 കപ്പായിട്ട് വാങ്ങി വെച്ചു. ഇനി വേണ്ടത് ജാതിക്കയുടെ ഇതാണ്. ജാതിക്കയുടെ ഇത് ഇങ്ങനെ ജാതിക്കയുടെ പുറന്തോട് കളഞ്ഞിട്ട് അതിൻ്റെ ഉള്ളിലുള്ളതാണ് നമുക്കിങ്ങനെ ഉരച്ചെടുക്കേണ്ടത്, അല്ലെങ്കിൽ നമ്മൾ ഇടിച്ചെടുത്താലും മതി. പിന്നെ 2 മുട്ട നമ്മളിവിടെ സെപ്പറേറ്റ് ചെയ്ത് 3 മുട്ട 3 മുട്ടയെ അത് സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് മഞ്ഞ വെള്ളയായിട്ട് സെപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. മഞ്ഞ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് അതിനകത്തേക്ക് നമുക്ക് പഞ്ചസാര, പൊടിച്ച് വെച്ച പഞ്ചസാര അതിനകത്തേക്ക് ആഡ് ചെയ്യണം. 1/2 കപ്പ് പഞ്ചസാര, പൊടിച്ച് വെച്ചിരിക്കുന്ന 1/2 കപ്പ് പഞ്ചസാര ഇട്ടിട്ട് അത് ഒന്നും കൂടി നന്നായിട്ട് സ്മൂത്ത് പേസ്റ്റ് പോലെ നമുക്ക് ആക്കിയെടുക്കണം. അപ്പോൾ ഇച്ചിരി ആദ്യമേ ഇട്ട് കൊടുത്തിട്ട് അതിനെ പതിയെ നന്നായിട്ട് നമുക്ക് ബ്ലെൻഡറായിട്ട് നമുക്ക് കയ്യിൽ ഇങ്ങനെ ചെയ്യാനില്ലെങ്കിൽ സ്പൂണിൻ്റെ ഇത് വെച്ചാണെങ്കിലും മിക്സ് ചെയ്തെടുത്താൽ മതി. നമുക്ക് ഇങ്ങനെയുള്ളതൊന്നും വേണം നിർബന്ധമൊന്നുമില്ല, സ്പൂണാണെങ്കിലും മതി നമുക്ക് അതിനകത്ത് മിക്സ് ചെയ്യാനായിട്ട്. പിന്നെ അതിനകത്തേക്ക് നമുക്ക് വേണ്ടത് 1/4 കപ്പ് വെജിറ്റബിൾ ഓയിലാണ്. 1/4 കപ്പ് വെജിറ്റബിൾ ഓയിൽ അതിനകത്തേക്ക് ആഡ് ചെയ്യണം. അതിനകത്തേക്ക് ഒഴിച്ചിട്ട് അതും നന്നായിട്ട് മിക്സ് ചെയ്യണം. അതിനകത്തേക്ക് നമുക്ക് 1/4 കപ്പ് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. അപ്പോൾ ആ വെളിച്ചെണ്ണ നന്നായിട്ട് മിക്സ് ചെയ്തത് ഇപ്പോൾ ചരിച്ച് വെച്ച് മിക്സ് ചെയ്യുന്നതായിരിക്കും നല്ലത് കേട്ടോ. അല്ലെങ്കിൽ എന്താ പറയുക, ഇളക്കി പുറത്തേക്ക് തിരിച്ച്, അപ്പോൾ അങ്ങനെ പുറത്തേക്ക് തിരിക്കാൻ പതിയെ ഒന്ന് സൈഡ് ചരിച്ച് വെച്ചിട്ട് ഇളക്കുവാണെങ്കിൽ പുറത്തേക്ക് തെറിക്കാതിരിക്കും. അപ്പോൾ അങ്ങനെ നന്നായിട്ട് തിരിക്കുക. അതിനുശേഷം ഓറഞ്ചിൻ്റെ തൊലി പുറമേ ഉള്ള ഭാഗം നന്നായിട്ട് ഗ്രേറ്റ് ചെയ്ത് അതിൻ്റെ ഉള്ളിലേക്ക് ഇടുക. അപ്പോൾ അതിൻ്റെ ഉള്ളിലത്തെ വെള്ളം വീഴാതെ വേണം, ആ പുറമേ ഉള്ള ഭാഗം മാത്രം. അതൊരു 1/2 ടീസ്പൂൺ മതി. 1/2 ടീസ്പൂണോളം ആ തൊലിയുടെ ഭാഗം ഗ്രേറ്റ് ചെയ്ത് നമുക്ക് അതിനകത്തേക്ക് ഇടണം. പിന്നെ വേണ്ടത് 1 ടീസ്പൂൺ വാനില എസൻസ് ആണ്. പിന്നെ നമുക്ക് അതിനകത്തേക്ക് 1 ടീസ്പൂൺ വാനില എസൻസും കൂടി ഇട്ട് നന്നായിട്ടത് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ 1 ടീസ്പൂൺ വാനില എസൻസ് എടുത്തു, അതും കൂടി ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം നമുക്ക്. പിന്നെ അതിനകത്തേക്ക് നമുക്ക് പിന്നെ ഒഴിക്കേണ്ടത് നമ്മൾ കരിച്ച് വെച്ചിരിക്കുന്ന പഞ്ചസാര, കരിച്ച് വെച്ചിരിക്കുന്ന പഞ്ചസാര 1/2 കപ്പ് ഉണ്ടല്ലോ, ആ 1/2 കപ്പ് പഞ്ചസാരയാണ് പിന്നെ അതിനകത്തേക്ക് നമുക്ക് ഒഴിക്കേണ്ടത്.
കപ്പ് പഞ്ചസാര എല്ലാം അങ്ങനെ എല്ലാം മിക്സ് ചെയ്ത് നമ്മൾ വെച്ചു. നന്നായിട്ട് മിക്സ് ചെയ്യണം. അങ്ങനെ ഒരു പേസ്റ്റ് രൂപത്തിലാക്കി എല്ലാം മിക്സ് ചെയ്ത് നമ്മൾ വെച്ച് കഴിഞ്ഞു. ഇനി അതിനകത്തേക്ക് നമുക്ക് വേണ്ട മൈദയാണ്. അപ്പോൾ ഇവിടെ ഞാൻ 1.5 കപ്പ് മൈദ എടുത്തു. നമുക്കത് അരിപ്പയ്ക്കകത്ത് വെച്ചിട്ട് വേണം അതിനകത്തേക്ക് ഇടാനായിട്ട്. അപ്പോൾ ഞാൻ ഒരു അരിപ്പയ്ക്കകത്തേക്ക് 1.5 കപ്പ് മൈദ വെച്ചു. പിന്നെ വേണ്ടത് അതിനകത്തേക്ക് 1 ടേബിൾ സ്പൂൺ ബേക്കിംഗ് പൗഡറാണ് വേണ്ടത്. അപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്നത് 1 കപ്പിൻ്റെ ഉണ്ട്. അങ്ങനെ 2 പ്രാവശ്യമായിട്ട് 1.5 കപ്പ് എന്ന രീതിയിൽ ഞാൻ എടുത്തത്. പിന്നെ ഇനി അതിനകത്തേക്ക് വേണ്ടത് 1 ടേബിൾ സ്പൂൺ ബേക്കിംഗ് പൗഡറാണ് വേണ്ടത്. പിന്നെ അതിനകത്തേക്ക് അടുത്തത് വേണ്ടത് 1 ടീസ്പൂൺ ബേക്കിംഗ് സോഡയാണ്. പിന്നെ നമ്മൾ പൊടിച്ച് വെച്ചിട്ടുള്ള സ്പൈസസ്, നമ്മൾ കറുകപ്പട്ട അങ്ങനെയുള്ളതൊക്കെ എടുത്തായിരുന്നല്ലോ, അതെല്ലാം കൂടി പൊടിച്ച് വെച്ചേക്കുന്ന സ്പൈസസ് അതെല്ലാം കൂടി അതിനകത്തേക്കിട്ട് അരിച്ചിട്ട് കൊടുക്കണം നമുക്കെല്ലാം കൂടി. അതെല്ലാം കൂടി മിക്സ് ചെയ്യുക. അരിപ്പയ്ക്കകത്ത് തന്നെ എല്ലാം കൂടി കറക്റ്റായിട്ട് എല്ലാ ഭാഗത്തേക്കും എത്തി മിക്സ് ആവാൻ വേണ്ടിയാണ് നമ്മൾ അരിപ്പയ്ക്കകത്തേക്ക് അതിടുന്നത്. പിന്നെ എന്തെങ്കിലും തരികളുണ്ടെങ്കിൽ അതിനകത്ത് അടഞ്ഞു നിന്നോളൂ. അപ്പോൾ അതിന് വേണ്ടി അരിപ്പയ്ക്കകത്ത് തന്നെ. അതെല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് വയ്ക്കാം. മിക്സ് ചെയ്യാനായിട്ട് നമ്മൾ സാധാ സ്പൂൺ കൊണ്ട് നന്നായിട്ട് എല്ലാം കൂടി എല്ലാ ഭാഗത്തു നിന്നും എടുത്ത് നന്നായിട്ട് ഒരു പേസ്റ്റ് രൂപത്തിൽ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നു. അതിനുശേഷം ഇനി ഇവിടെ നമ്മൾ മുട്ടവെള്ളം എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഈ മുട്ടവെള്ളം നമുക്ക് നന്നായിട്ട് പതപ്പിച്ചെടുക്കണം. അപ്പോൾ പതപ്പിച്ചെടുക്കാനായിട്ട് ആദ്യമേ നമ്മുടെ സ്പൂൺ വെച്ച് സാധാ സ്പൂൺ വെച്ച് ഇത് ചെയ്താൽ മതി. പക്ഷേ കുറച്ച് കൂടുതൽ സമയം നമ്മളത് ചെയ്യേണ്ടി വരും. കുറച്ച് കൂടുതൽ സമയം നമ്മൾ അത് വെച്ച് ഇളക്കി വന്നാലാണ് ഒരു പതഞ്ഞ് വരികയുള്ളൂ. അപ്പോൾ ആ പതഞ്ഞ് വരുമ്പോഴേക്കും അതിനകത്തേക്ക് ഒരു നുള്ള് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് വേണം അത് നന്നായിട്ട് പതപ്പിച്ചെടുക്കാൻ വേണ്ടി. ഇതേത് നോക്കിയാൽ കണ്ടോ. അപ്പോൾ നമ്മളിത് പതിപ്പിച്ച് പതിയെ പതച്ച് വരേണ്ടത് അങ്ങനെ വൈറ്റ് നന്നായിട്ട് പതഞ്ഞ് നല്ലതായിട്ട് വന്ന് കിട്ടിയിട്ടുണ്ട് നമുക്ക്. അപ്പോൾ ഇതും കൂടി ഇനി അതിനകത്തേക്ക് നമുക്ക് മിക്സ് ചെയ്യണം. അപ്പോൾ ഈ എഗ് വൈറ്റും കൂടി അതിനകത്തേക്ക് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ തയ്യാറായി കഴിഞ്ഞു. നമുക്ക് ആ ബാറ്ററിലേക്ക് നമുക്ക് ഈ എഗ് വൈറ്റും കൂടി മിക്സ് ചെയ്യാം. അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മൾ ഇവിടെ വേറൊരു കാര്യം എടുത്ത് വെച്ചിട്ടുണ്ട്, അതും കൂടി മിക്സ് ചെയ്യണം. എന്താ, നമ്മുടെ ഫ്രൂട്ട്സ് എല്ലാം കൂടി നമ്മൾ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഫ്രൂട്ട്സ് എല്ലാം കൂടി നമുക്ക് ഇതിനകത്തേക്ക് ആ സോക്ക് ചെയ്ത് വെച്ചേക്കണം ഇതെല്ലാം കൂടി ചേർത്ത് നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ സോക്ക് ചെയ്ത് വെച്ചിരുന്ന ഡ്രൈ ഫ്രൂട്ട്സും മറ്റേ ഈന്തപ്പഴം അങ്ങനെ എല്ലാം കൂടി നമ്മുടെ കേക്കിൻ്റെ ബാറ്ററിലേക്ക് നമ്മളിട്ടു. ഇനി അതും കൂടി നന്നായിട്ട് മിക്സ് ചെയ്യാം. അതിനകത്തേക്കിട്ട് അത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. എല്ലാ ഭാഗത്തേക്ക് എത്തുന്ന രീതിയിൽ ആ സ്പൂൺ വെച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്ത് പിന്നെ നമ്മൾ മാറ്റി വെച്ചിരുന്ന നട്ട്സ്, നമ്മൾ അരിഞ്ഞ് മാറ്റി വെച്ചിരുന്ന നട്ട്സ് അതും കൂടി ചേർത്ത് അതിനകത്തേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. ബാക്കി നമ്മൾ സോക്ക് ചെയ്യാതെ മാറ്റി വെച്ചതല്ല, അപ്പോൾ അതും കൂടി ചേർത്ത് നമുക്ക് അതിനകത്തേക്ക് ഇട്ട് കൊടുത്ത് അതും കൂടി നന്നായിട്ട് കൂട്ടി യോജിപ്പിച്ച് നമുക്ക് എടുക്കാം. ആ കൂട്ടി യോജിപ്പിച്ച് എടുത്തിട്ട് ഇപ്പോൾ എന്താ പറയുക, സാധാ സ്പൂൺ വെച്ചാണെങ്കിൽ നല്ല ഭംഗിയായിട്ട് നമുക്ക് കൂട്ടി യോജിപ്പിച്ച് നമുക്ക് കിട്ടും. അപ്പോൾ ഒരു ദോശമാവിൻ്റെ പരുവം എന്ന് പറഞ്ഞാൽ ഒരുപാട് ലൂസും അല്ല എന്നാൽ ഒരുപാട് കട്ടിയല്ല എന്നൊരു പരുവത്തിലേക്ക് നമുക്ക് അതിനെ ആക്കിയെടുക്കാം. അത് കഴിഞ്ഞിട്ട് ഇനി അതിനുശേഷം അതിനകത്തേക്ക് നമുക്ക് ഇനി ഒഴിക്കേണ്ടത് എഗ് ബാറ്റർ. നമ്മൾ വൈറ്റ് എഗ്ഗ് അടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അല്ലേ, ആ വൈറ്റ് എഗ്ഗ് അടിച്ച് വെച്ച ആ എഗ്ഗിൻ്റെ വൈറ്റ് ഭാഗം അടിച്ച് വെച്ചേക്കണം. നമുക്ക് അതിനകത്തേക്ക് പതിയെ ഒഴിച്ച് കൊടുത്തിട്ട് അതും കൂടി നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം. അതും കൂടി നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം.
അപ്പോൾ നമ്മുടെ മിക്സിങ് എല്ലാം കഴിഞ്ഞു. ഇനി നമ്മൾ നമ്മുടെ കേക്ക് തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ 2 സ്റ്റീൽ പാത്രമാണ് എടുത്തത്. അപ്പോൾ ഞാൻ ഒരു സ്റ്റീൽ പാത്രത്തിനകത്ത് നമ്മുടെ ബട്ടർ പേപ്പറും പിന്നെ മറ്റൊരു സ്റ്റീൽ പാത്രത്തിൽ വെജിറ്റബിൾ ഓയിൽ പുരട്ടിയിട്ട് മൈദയും കൂടി തേച്ച് കൊടുത്തിട്ട് ഉള്ള രീതിയിൽ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ സീബ്ര കേക്ക് ഉണ്ടാക്കിയ പോലെ തന്നെ അതിൻ്റെ ആ പാത്രം നമുക്ക് തയ്യാറെടുക്കാം. അതുപോലെ വേറൊരു പാത്രത്തിൽ നമ്മുടെ ബട്ടർ പേപ്പറും കൂടി വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ 2 രീതിയിൽ നമുക്കിവിടെ തയ്യാറാക്കാം. അപ്പോൾ ഞാൻ ബട്ടർ പേപ്പർ ആ രീതിയിൽ ചെയ്തു. എന്നിട്ട് അതിനകത്തേക്ക് നമുക്ക് ആദ്യത്തെ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മൾ ഇവിടെ നമ്മുടെ ഞാൻ ഇഡ്ഡലി പാത്രത്തിലാണ് ആദ്യം ചെയ്യുന്നത്. അപ്പോൾ ആ ഇഡ്ഡലി പാത്രം 15 മിനിറ്റ് നമ്മൾ പ്രീഹീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവണം. അതിനകത്തേക്ക് വേണം നമുക്ക് ഇതെടുത്ത് വെക്കാനായിട്ട്. ഇനി ഇതിനെ നമുക്കിങ്ങനെ കൊട്ടി കൊടുക്കുക. അങ്ങനെ എയർ ബബിൾസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ പതിയെ ഒന്ന് കൊട്ടി കൊടുക്കുന്നത്. അപ്പോൾ എവിടെയെങ്കിലും ഒരു സൈഡ് ഫില്ലാവാനുണ്ടെങ്കിൽ ഫുൾ സൈഡ് ഫില്ലാവാനൊക്കെ ആയിട്ട് നിങ്ങൾക്ക് അറിയാലോ. അപ്പോൾ അതുപോലെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ചെയ്തത് നമ്മൾ ഒരുമിച്ച് ചെയ്തതുപോലെ തന്നെ ഉള്ളൊരു കാര്യമാണിത്. അതുപോലെ തന്നെ കൊട്ടി കൊടുത്തിട്ട് നമുക്ക് ഇഡ്ഡലി പാത്രത്തിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ 15 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്ത് വെച്ചേക്കുന്ന പാത്രമാണ്. ആ പാത്രത്തിനുള്ളിലേക്ക് നമുക്ക് ഈ കേക്കിൻ്റെ ബാറ്റർ നമുക്ക് ഇറക്കി വയ്ക്കാം. എന്നിട്ട് 45 മിനിറ്റാണ് ഞാനിവിടെ എടുക്കുന്നത്. 45 മിനിറ്റ് കൊണ്ട് നമ്മുടെ കേക്ക് റെഡിയാവും. അപ്പോൾ നമുക്ക് നോക്കാം അല്ലേ. അപ്പോൾ കേക്കിൻ്റെ പുറമേ നമുക്ക് ഭംഗിക്ക് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് നട്ട്സ് ഒന്ന് പതിയെ വെച്ച് കൊടുക്കാം. അതിൻ്റെ പുറത്തൊക്കെ ആയിട്ട് കറക്റ്റ് ഇങ്ങനെ ഭയങ്കര ഭംഗിയായിട്ട് വെക്കണമെന്നില്ല, അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നമുക്കൊന്ന് വെച്ച് കൊടുത്ത് അതിനെ ഭംഗിയാക്കാം. അപ്പോൾ 45 മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് നോക്കാം എങ്ങനെയുണ്ട്. നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ആദ്യത്തെ കേക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ രണ്ടാമത്തെ കേക്ക് അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ആദ്യത്തെ കേക്ക് നമുക്കിവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ക്രിസ്മസ് സ്പെഷ്യൽ പ്ലം കേക്ക് തയ്യാറായി കഴിഞ്ഞു. അപ്പോൾ അടിപൊളി പ്ലം കേക്ക് ഒക്കെ ആയി. അപ്പോൾ നമ്മുടെ ആദ്യത്തെ റെഡിയായി. അപ്പോൾ അടുത്ത അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ അടുത്തതിൻ്റെയും നമുക്ക് നോക്കാം എങ്ങനെയുണ്ടെന്നല്ലേ. അപ്പോൾ അടുത്ത തയ്യാറായിട്ട് നമുക്കൊന്ന് എടുത്ത് നോക്കാം അല്ലേ. അങ്ങനെ 2 പ്ലം കേക്കും തയ്യാറായി. അതുപോലെ നമ്മുടെ വൈനും റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ വൈനും പ്ലം കേക്കും കൂടി ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ കണ്ടിട്ട് തന്നെ നല്ല സൂപ്പറായിട്ടില്ലേ, നല്ല സ്മെല്ല് വരുന്നുണ്ട്. പ്ലം കേക്കിൻ്റെ അതായ സ്മെല്ല് തന്നെ വരുന്നുണ്ട്. നല്ല അടിപൊളി പ്ലം കേക്കാണ്. അപ്പോൾ നമുക്കിനി ഇതൊന്ന് മുറിച്ച് നോക്കാം അല്ലേ, സ്മൂത്താണോ എന്നൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് നോക്കാനായിട്ട് നമുക്കൊരു കത്തി എടുക്കാം. എന്നിട്ട് നമുക്കൊന്ന് മുറിക്കാം പതിയെ. അപ്പോൾ ഈ ക്രിസ്മസിനപ്പോൾ പ്ലം കേക്ക് നമുക്ക് വീട്ടിൽ തന്നെ അല്ലേ അടിപൊളിയായിട്ട് വീട്ടിൽ തന്നെ തയ്യാറാക്കാം. ഒരു പാടുമില്ല, നിസ്സാരമേ ഉള്ളൂ. നമ്മുടെ കയ്യിലുള്ള കാര്യങ്ങൾ വെച്ച് നമുക്ക് തന്നെ തയ്യാറാക്കാവുന്ന പ്ലം കേക്കായിട്ട് ഞാൻ ഇപ്പോഴും ഇപ്രാവശ്യം വന്നിരിക്കുന്നത്. അപ്പോൾ നല്ല സ്മൂത്ത് ആൻഡ് സ്പോഞ്ചി പ്ലം കേക്കും നമ്മുടെ വൈനുമായിട്ട് നമുക്ക് ഈ ക്രിസ്മസ് അടിച്ചു പൊളിക്കാം.